ഹായ് ഗായ്സ്, ഐ എം ബാക്ക് വിത്ത് അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തേതും ഒരു കുട്ടി ട്രിപ്പാണ് ഗായ്സ്. നമ്മൾ 4 പേരൂടെ ബ്ലാക്ക് പൂൾ പോവാണ്. ആസ് യൂഷ്വൽ എൻ്റെ ഭർത്താവും എൻ്റെ അമ്മയും എൻ്റെ കുഞ്ഞാവയുണ്ട്. ബൈ ദ ബൈ എൻ്റെ കുഞ്ഞാവയ്ക്ക് പേരിട്ടിരിക്കുന്നത് നിവി കൃഷ്ണ എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ അവളെ വീട്ടിൽ വിളിക്കുന്നത് മിഴി എന്നാണ്. ആൾ തുടക്കത്തിൽ ഇച്ചിരി കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. കാർ സ്റ്റാർട്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഓക്കെ ആയി. പെസിഫയറൊക്കെ കൊടുത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു. അവൾക്ക് അത് ഇഷ്ടമല്ല, എങ്കിലും നമ്മൾ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. എന്നെ കണ്ടപ്പോഴുണ്ടല്ലോ ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് കണ്ണുമൊക്കെ എഴുതി കണ്ടപ്പോഴത്തേക്കിനും എനിക്ക് സൂത്രധാരനിലെ ബിന്ദു പണിക്കറിനെ ഓർമ്മ വന്നു. എങ്കിലും കുഴപ്പമില്ല, കാണാനൊക്കെ കൊള്ളാം. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പെസിഫയർ കുടിച്ച് എൻ്റെ കുഞ്ഞ് ഉറങ്ങിപ്പോയി. അവൾക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തുപ്പിക്കളഞ്ഞിട്ടാണ് ഉറങ്ങിയത്. ചുമ്മാതെ അവൾക്ക് ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾ ഉറങ്ങിക്കോളും, പ്രശ്നമൊന്നുമില്ല. പോകുന്ന വഴി നല്ല ഗ്രീനറിയൊക്കെ ഉണ്ട്. ഫാമും മറ്റേ പശുക്കളെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ പോകുന്നത് ബ്ലാക്ക് പൂളിലേക്കാണ്. അത് ഇവിടുന്ന് ഒരു 30-45 മിനിറ്റ്സ് ദൂരമുണ്ട്. ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. നമ്മളവിടെ ചെന്നിറങ്ങിയപ്പോഴത്തേക്കിനും കുറേ കുട്ടികൾ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അവർ പ്രാക്ടീസ് ചെയ്യുന്നു, സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നു. നമുക്കൊരു ABCD വൈബ്, ഹിന്ദി ABCD വൈബ് കിട്ടും അവിടെ ചെന്നിറങ്ങുമ്പം. അങ്ങനെ സ്ട്രോളറിൽ കുഞ്ഞിനെ ആക്കിയിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനും മോളും കൂടെ സെറ്റായിട്ട് അവരുടെ വഴിക്ക് പൊക്കോളും. ഞാനും അമ്മയും പുറകിലിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്നുണ്ട്. നല്ല രസമാണ് ഇവിടുത്തെ സ്ട്രീറ്റുകൾ കാണാൻ. നമുക്കൊക്കെ അറിയാം, യൂറോപ്യൻ സ്റ്റൈൽ അടിപൊളിയാണ് സ്ട്രീറ്റ് വ്യൂ ഒക്കെ കാണാൻ. അങ്ങനെ നമ്മൾ ബ്ലാക്ക് പൂൾ ടവറിൻ്റെ എൻട്രൻസിലെത്തി. ഇതാണ് ബ്ലാക്ക് പൂൾ ടവർ. ഇതൊരു 518 അടി ഉയരമുള്ളൊരു ടവറാണ്. അതുപോലെ തന്നെ ഇതൊരു ലാൻഡ്മാർക്കാണ് ബ്ലാക്ക് പൂളിലെ. പിന്നെ ഇത് ഈഫിൾ ടവറിനെ ഇൻസ്പയർ ചെയ്ത് പണിത ടവറാണ്. അങ്ങനെ നമ്മൾ അകത്ത് കയറിയിട്ട് മുകളിലോട്ട് പോകാനുള്ള ലിഫ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് കുഞ്ഞിപ്പുഴുവിനെ പോലെ എൻ്റെ തോളത്ത് കിടന്നോളും. അവൾക്കതാണ് ഏറ്റവും ഇഷ്ടം. നമ്മൾ ലിഫ്റ്റ് കാത്ത് നിന്നപ്പോൾ നമ്മൾ ചുറ്റും നോക്കിയപ്പോൾ എന്താണ്, ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പിക്ചേഴ്സൊക്കെ ഉണ്ട്. കൺസ്ട്രക്ഷൻ തുടങ്ങിയത് എന്നാണ് അത് തീർന്നത്, എത്ര നാളെടുത്തു. അങ്ങനെ നമ്മൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഈ പിക്ചേഴ്സും അവിടെ എഴുതി വെച്ചിരിക്കുന്ന റൈറ്റിങ്സൊക്കെ നമ്മൾ വായിച്ചൊക്കെ നോക്കി. അപ്പോഴത്തേനും ബേബി നമ്മുടെ അമ്മയുടെ കയ്യിലേക്ക് പോയേക്കാണ്. എൻ്റെ തോളിൽ കിടക്കാനും അമ്മയുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കാനും അവൾക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോഴത്തേനും നമുക്ക് ലിഫ്റ്റ് വന്നു. ലിഫ്റ്റിൽ കയറിയിട്ട് നമ്മൾ ഹൈസ്റ്റ് വ്യൂ പോയിൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു 300 എത്രയോ അടി, ഞാൻ മറന്നുപോയി, എത്രയോ അടി വരെ ലിഫ്റ്റുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റെയർ കയറി വേണം ടോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ ബ്ലാക്ക് പൂൾ ടവറിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1891 1894 ആയപ്പോഴത്തേക്കിനും കൺസ്ട്രക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഇത് വിസിറ്റേഴ്സിനായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഇതിൻ്റെ ഹയസ്റ്റ് വ്യൂ പോയിൻറ്റിനെ പറയുന്നത് ബ്ലാക്ക് പൂൾ ടവർ ഐ എന്നാണ്. എന്താണെന്ന് വെച്ചാൽ ആ വ്യൂ പോയിൻറ്റിൽ നിന്ന് നമുക്ക് ഈ ബീച്ച് സൈഡും ബ്ലാക്ക് പൂൾ സ്ട്രീറ്റ് വ്യൂവും അതുപോലെ തന്നെ വെയിൽസ് ഡിസ്ട്രിക്റ്റിലേക്ക് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് ഇതിൻ്റെ വ്യൂ പോയിൻറ്റിനെ പറയുന്നതാണ് ബ്ലാക്ക് പൂൾ ടവർ ഐ എന്ന്. അവിടെ ഇതുപോലൊരു ഗ്ലാസ് ബ്രിഡ്ജും ഉണ്ട് ഈ ടവറിൻ്റെ അവിടെ. ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. പേടിയുണ്ട് എങ്കിൽ എക്സൈറ്റഡ് ആണ് അതിൽ കയറുന്നത് എന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങനെ വീഡിയോസിലൊക്കെ ദുബായിൽ ഇങ്ങനെ എനിക്കൊന്ന് ബുർജ് ഖലീഫയിലാണെന്ന് തോന്നുന്നു, ഇങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടല്ലോ, അങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇത് കയറി നിന്നപ്പോൾ അതിപ്പോൾ ഇത്ര ഹൈറ്റിൽ ആക്ച്വലി ഫ്ലൈറ്റിലല്ലാണ്ട് ഞാൻ കയറിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം വീഴാൻ പോകും എന്നുള്ളൊരു ഇങ്ങനെ എന്തോ ഒരു വല്ലാത്ത ഫീലാണ് ഗൈസ്. അമ്മയ്ക്കാണെങ്കിൽ നല്ല പേടിയുണ്ടായിരുന്നു. അമ്മ ഞങ്ങളോട് കയറണ്ടെന്ന് പറഞ്ഞു. പിന്നെ അമ്മയെ നമ്മൾ ഉന്തിത്തള്ളി അതിൻ്റെ മുകളിൽ നിർത്തി. എന്നിട്ട് ഞാൻ പുറത്തിങ്ങനെ ഇറങ്ങി നിന്നിട്ട് അവരുടെ വീഡിയോസൊക്കെ എടുത്തു. അത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ നമുക്ക് പൈസ ഇട്ടാൽ, 1 പൗണ്ട് ഇട്ടാൽ ഇങ്ങനെ ടെലിസ്കോപ്പിൽ കൂടെ നമുക്ക് അടുത്ത് കാണാൻ പറ്റും. അതും അടിപൊളി ഒരു സെറ്റപ്പായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഉപകരണം ഉപയോഗിക്കുന്നതും. എന്നിട്ട് എൻ്റെ സിനിമാറ്റോഗ്രാഫി കഴിവ് വെച്ചിട്ട് ഞാൻ അതിൽ കൂടെ ക്യാമറ കൊണ്ടുപോയി നോക്കിയതാണ്. അതൊന്നും നടന്നില്ല ഗൈസ്. പിന്നെ ഇങ്ങനത്തെ സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ മുകളിലോട്ട് പോയത്. ആദ്യം നമ്മൾ 401 അടിയിൽ ചെന്നു.
പിന്നെ അവിടുന്ന് അടുത്ത സ്റ്റെപ്പ് കയറി 412 അടി, അതാണ് ടോപ്പ്. അത് കഴിഞ്ഞ് നമുക്ക് അക്സസിബിലിറ്റി ഇല്ല, ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഫർദർ നമ്മൾ പോയാൽ നമ്മൾ പ്രോസിക്യൂഷൻ നേരിടേണ്ടി വരുമെന്ന്. അങ്ങനെ 412 അടിയിലും കുറച്ച് നേരം നമ്മൾ നിന്നു. പിന്നെ ഇവിടെ എല്ലാം ഫുൾ ഫെൻസിങ് ആണ്, നമുക്ക് ഓപ്പൺ ആയിട്ട് ഇട്ടേക്കുമല്ല, സേഫ്റ്റി ഇഷ്യൂസ് കാരണം ഫുൾ ഫെൻസിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വേണം നമുക്ക് കാണാനും വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട്. കണ്ടോ, 412 ഫീറ്റ് എന്നെഴുതി വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ വീണ്ടും നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നപ്പം അവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. ബ്ലാക്ക് പൂൾ ടവറിൻ്റെ ഒരു ഇതും അവിടെ എഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ച് നമ്മൾ ഇറങ്ങി. അതേ പോയ ലിഫ്റ്റിൽ കൂടെ തന്നെ നമ്മൾ താഴോട്ട് ഇങ്ങി പോന്നു. നമ്മൾ കുറച്ച് ക്ഷീണിച്ചത് കാരണം റെസ്റ്റ് എടുക്കാൻ താഴെ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീച്ച് സൈഡിലേക്ക് പോയി. ഇത് പുറത്തു നിന്നുള്ള വ്യൂ ആണ്. തൊട്ട് ഓപ്പോസിറ്റ് ബീച്ചാണ്. അവിടെ വിൻഡ് മില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇറങ്ങിയില്ല, കാരണം അത്ര രസമായിട്ട് തോന്നിയില്ല. നമുക്ക് കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങാൻ അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഒരിടത്ത് വന്നിരുന്നു. മിഴിക്കുട്ടി നല്ല കംഫർട്ടബിളായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിന് വിശന്നപ്പോൾ നമ്മൾ ഫീഡ് ചെയ്തായിരുന്നു. നമ്മൾ പിന്നെ അവിടെ നിന്ന് നമുക്കൊരു ടെടിയൊക്കെ വാങ്ങി. അങ്ങനെ നമ്മൾ കല്ലിൻ്റെ പൊക്കത്ത് വന്നിരിക്കുകയാണ്. അമ്മ അപ്പോൾ അവിടുത്തെ ആൾക്കാരെ കണ്ട കൗതുകങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഈ പോകുന്നത് കണ്ടോ, ഇതിനെന്തോ ഒരു പേരുണ്ടായിരുന്നു, മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴത്തേനും രാഹുൽ പോയിട്ട് സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ് അത് വാങ്ങിക്കൊണ്ട് തന്നു. ഞാൻ കുറേ നാൾ കൊണ്ട് കഴിക്കണമെന്ന് പറയുമായിരുന്നു. രാഹുലിന് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ രാഹുൽ ഫിഷ് ആൻഡ് ചിപ്സ് കഴിച്ചു. നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു. അപ്പോഴത്തേക്കിനും സൺസെറ്റ് ആവാറായി. അങ്ങനെ ഞങ്ങളുടെ മിഴിമോളും വ്യൂസൊക്കെ എൻജോയ് ചെയ്യുവാണ്. അങ്ങനെ നൈറ്റ് ആയപ്പോഴത്തേക്കിനും സ്ട്രീറ്റിൽ ഫുൾ ലൈറ്റ്സ് ഓണായി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ടവർ ഫുൾ ലൈറ്റപ്പായി. സ്ട്രീറ്റ് മൊത്തം അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് ഒരു സൺസെറ്റ് ടൈം ലാപ്സ് കാണാം. അങ്ങനെ നമ്മുടെ ആട്ടമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ സമയമായി. കുഞ്ഞിനെ വീണ്ടും നമ്മൾ കാർ സീറ്റിൽ വെച്ചു. അവൾ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു കാറിന് വെളിയിലോട്ട്. അപ്പോൾ നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്തു. പോകുന്ന വഴിക്ക് അവൾ നല്ല സുഖമായിട്ട് ഉറങ്ങി. അവളുടെ ടെഡീനെയും കെട്ടിപ്പിടിച്ച് അങ്ങനെ നമ്മൾ രാത്രി ഒരു 8-9 മണിയായപ്പോഴത്തേക്കിന് വീട്ടിൽ വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ.